കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കുറുപ്പേട്ടന സാവിത്രിയും ബാലികാദേവിയുടെ അരിയിലേക്ക് എത്തുവാണ്. ബാലികാദേവിയുടെ അരിയിൽ എത്തിയിട്ട് കുറുപ്പേട്ടൻ പറഞ്ഞു, അതെ ബാലികാദേവി ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി വന്ന് പറഞ്ഞു. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. പെട്ടെന്ന് സാവിത്രി പറഞ്ഞു, കുറുപ്പേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു പലവട്ടം ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. കുറുപ്പേട്ടനെ അരികെ വന്ന് വിഷ്ണുവിന്റെ സങ്കടങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന എന്താണെന്നറിയോ ബാലികാദേവി, വെറുതെ പറയുന്ന കുറുപ്പേട്ടന് സ്വപ്നം കണ്ടായിട്ട് തോന്നുന്നതാണ്. ഒരിക്കലും വിഷ്ണു മരിച്ചു പോയതല്ലേ, അങ്ങനെ വരാൻ പറ്റില്ലെന്നാ എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്കിന്നൊരു കാര്യം മനസ്സിലായി. ഇന്ന് വിഷ്ണു എന്റെ മുന്നിലും വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി വിഷ്ണുവിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് വിഷ്ണു ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയെന്ന്. അപ്പൊ സത്യവാ, ഇത്രയും കാലം കുറുപ്പേട്ടൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യവാന്ന് മനസ്സിലായെന്ന് പറയാം. ഈ സമയം കുറുപ്പേട്ടൻ പറഞ്ഞു, എന്തൊക്കെയാ ബാലികാദേവി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം. അപ്പോഴാണ് വാവ അപർണയുടെ ഏട്ടനെ അമ്മേനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ്. അവരങ്ങോട്ട് മാറി നിന്നു. പെട്ടെന്ന് കുറുപ്പേട്ടൻ അവരെ ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ദേവി ഇവരെ കണ്ടില്ലേ, ഇവരെങ്ങനെ ഈ വീട്ടിൽ വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. മുറിക്കകത്ത് ഇവരുണ്ടായിരുന്നു, പക്ഷെ എന്താ കാരണമെന്നും എനിക്കറിയത്തില്ല. ഇത് കേട്ടതും ബാലികാദേവി അവരെ ഒന്ന് നോക്കുവാണ്. ഈ സമയത്താണ് ദേവി അങ്ങോട്ട് വരുന്നത്. ദേവിയുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് കൊണ്ടുവന്ന് ബാലികാദേവിയുടെ മുന്നിലേക്ക് വെച്ചു. പിന്നീട് സാവിത്രിയോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മോൻ വിഷ്ണുവിന്റെ ബാഗല്ലേന്ന് ചോദിക്കും. അതെ, ഇത് വിഷ്ണുവിന്റെ ബാഗെന്ന് പറയും. ഇതിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയും. നിങ്ങളുടെ വിഷ്ണു എവിടെ പോയാലും കൂടെ കൊണ്ടു നടക്കുന്ന സാധനങ്ങളാന്ന് പറയാണ്. പെട്ടെന്ന് ബാബു പറഞ്ഞു, ആ ബാഗ് അങ്ങ് തുറന്നു വെക്കുക, അതിനകത്തുള്ള എന്താണെന്ന് അറിയാലോ എന്ന് പറയാണ്. അങ്ങനെ സാവിത്രി എന്ത് ചെയ്യണം, ആ ബാഗ് തുറക്കുവാണ്. അപ്പൊ വിഷ്ണു എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു കണ്ണടയും ഒരു വാച്ചും ഒരു പേഴ്സും, ഈ 3 സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ 3 സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചു. ബാലികാദേവി അതിലേക്ക് നോക്കി. പെട്ടെന്ന് ബാബു പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇവയ്ക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇവര് കാര്യം സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്ന് പറയാ. ദേവി പറഞ്ഞു, ശരിയാ, എപ്പോഴും വിഷ്ണുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 3 സാധനങ്ങളല്ലേ, അപ്പൊ ഇവർക്ക് സംസാരശേഷി ഉണ്ടായിരുന്നേ ഇവര് പറഞ്ഞേനും. കാരണം ഇവർക്ക് സത്യങ്ങളൊക്കെ അറിയാം. അവിടെ എന്താ സംഭവിച്ചേ, വിഷ്ണുവിന് എന്താ സംഭവിച്ചേ, വിഷ്ണുവിന്റെ അപകട മരണമാണോ, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവര് പറഞ്ഞേനെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാബു പറഞ്ഞു, അല്ല ദേവിക്ക് പറയിക്കാലോ, കാരണം ഇവർക്ക് സംസാരശേഷി ഇല്ലെന്നല്ലേ പറഞ്ഞേ. പക്ഷെ സംസാരശേഷി ഇല്ലെങ്കിലും ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് ദേവിക്ക് സാധിക്കുമെന്ന് പറയാം. പെട്ടെന്ന് ബാലികാദേവി ഒരു കണ്ണട അങ്ങോട്ട് എടുത്തു. പിന്നീട് കണ്ണടയോട് പറഞ്ഞു, നീയല്ലേ എപ്പോഴും വിഷ്ണുവിന്റെ കൂടെ വിഷ്ണുവിന്റെ കണ്ണിലുണ്ടായിരുന്നല്ലേ, അപ്പൊ നീ കണ്ണിൽ കൂടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നിനക്ക് പറയാൻ സാധിക്കില്ലേന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ കണ്ണടയ്ക്കുള്ളിലെ ഗിരിദേവന്റെ മുഖം വന്നു. ഇപ്പോഴത്തെ ഗിരിദേവൻ പറയാണ്, ശരിയാ, ഞാൻ വിഷ്ണുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. വിഷ്ണുവിന് എന്നെ സമ്മാനിച്ച ഒരു കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരി സമ്മാനിച്ചത് മുതൽ വിഷ്ണുവിന്റെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. എവിടെ പോയാലും വിഷ്ണു എന്നെയും കൊണ്ടേ നടക്കാറുള്ളൂ. അങ്ങനെ വിഷ്ണു ഇങ്ങോട്ട് വന്നത് വിഷ്ണു ഒരു കല്യാണം കൂടാനായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണം. പിന്നെ വിഷ്ണുവിന്റെ കഥയാണ് പുറത്തു വരുന്നത്. അങ്ങനെ വിഷ്ണു ഒരു കല്യാണം കൂടാനായിട്ട് നാട്ടിലേക്ക് വന്ന. അങ്ങനെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ താമസിക്കാനായിട്ട് വീടുണ്ടായിരുന്നു, വിഷ്ണുവിന്റെ വീടുണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തം ആകെപ്പാടെ കുറെ കാലമായിട്ട് പൊടി പിടിച്ച കിടക്കുമായിരുന്നു. ഇവര് അമേരിക്കയിലായതുകൊണ്ട് ഇവിടെ താമസമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഡ്രൈവർ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, സാർ ഇവിടെ തന്നെ താമസിക്കണോ, ഈ വീട് അപ്പടി മുഷിഞ്ഞു കിടക്കുമല്ലേന്ന് ചോദിക്കുക. അത് കുഴപ്പമില്ല. അല്ല സാറിന്റെ അച്ഛനും അമ്മ എന്താ അവിടെ ഇറങ്ങിയത്, ഇവിടെ വന്ന് ഇറങ്ങാത്തേന്ന് ചോദിക്കുക. അല്ല അത് അപ്പച്ചിയുടെ വീട്ടാ, അപ്പച്ചിയുടെ വീട്ടിൽ ഇറങ്ങിയിട്ട് അവർ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറയാം. അതെ മണി, നീ ഒരു കാര്യം ചെയ്യും, ഈ വീട് വൃത്തിയാകാനായിട്ട് ആരെങ്കിലും കിട്ടുമോ നോക്ക്, ഇവിടെ തന്നെ ഞങ്ങൾ താമസിക്കണമെന്ന് പറയാം. കുറച്ച് നാൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. ശരി ഞാൻ നോക്കട്ടെ, സാർ ഒരു കാര്യം ചെയ്യാം, അകത്തേക്ക് ചെല്ല് എന്നും പറഞ്ഞ് ബായൊക്കെ അവിടെ കൊണ്ടേ കൂടി വെക്കുവാണ്. ഞാൻ പോയി സാറിന്റെ അച്ഛനും അമ്മേനും കൂട്ടിക്കൊണ്ട് വരാം. അത് മാത്രമല്ല വീടൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. പിന്നീട് വിഷ്ണു അകത്ത് കയറി അകമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സാറിന് ഒരു വിളി കേട്ടെ. തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അപർണയാ വന്നിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് മണി പറഞ്ഞു, ഇതേ ഇവര് സാറിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും, വീടൊക്കെ നല്ല തൂത്ത് വൃത്തിയാക്കിക്കോളും, എന്താവശ്യം ഉണ്ടെങ്കിലും സാറ് ഇവളോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. ശരി ഞാൻ സാറിന്റെ അച്ഛനും അമ്മേനും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് മണി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അപർണ വന്നിട്ട്, സാർ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പെട്ടെന്ന് വിഷ്ണു പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുക, നല്ല പൊടിയുണ്ട്, ആ തൂത്ത് വൃത്തിയാക്കാൻ പറയണം. ശരി സാറും കൂടെ മാറി നിന്നോ, ഞാൻ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാന്ന് പറഞ്ഞുകൊണ്ട് അപർണ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. ഈ സമയത്ത് വിഷ്ണു ചെന്ന് ഒരു ഫ്ലവർ വേസ് എടുത്തു. ആ ഫ്ലവർ വേസ് വെറുതെ ഒന്ന് തട്ടി കുടഞ്ഞിട്ട് അതതിന് മുകളിലേക്ക് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വിഷ്ണുവിന്റെ കണ്ണിലേക്ക് ഒരു കരട് വീണു.
കരട് വീണ സമയത്ത് വിഷ്ണു പെട്ടെന്ന് എന്ത് ചെയ്യണം, കണ്ണത്ത് കരട് വീണല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണിങ്ങനെ തൂക്കുവാണ്. കണ്ണ് തൂത്ത സമയത്ത് അപർണ ഓടി വന്നിട്ട് എന്താ സാർ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. കണ്ണിനകത്ത് എന്തോ ഒരു കരട് പോയെന്ന് പറയണേ. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് അങ്ങോട്ട് ഊതുവാണ്. ഈ പോയെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറഞ്ഞു. 2-3 വട്ടം ഊതി കഴിയുമ്പോൾ വിഷ്ണു പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പൊ പോയെന്ന് പറയണേ, പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണേ. അല്ല സാറിന്റെ പേരെന്താ? വിഷ്ണു എന്നാണോന്ന് ചോദിക്കണം. അതെങ്ങനെ മനസ്സിലായി? അല്ല മണിയേട്ടൻ പറയുന്നത് കേട്ടാ, എനിക്കിഷ്ടം ശിവൻ എന്ന് പേരുള്ളവനെയാന്ന് പറയണം. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല എന്റെ പേര് അപർണ എന്നാ. അപർണ എന്ന് പറഞ്ഞ പാർവതി എന്നാണല്ലോ, അപ്പൊ ശിവനും പാർവതി അതാന്ന് പറയണം. ഓ അങ്ങനെയല്ലേ, ഒരു കാര്യം ചെയ്യാം. അപർണ ഇനിയിപ്പൊ ശിവനെന്ന് കല്യാണം കഴിഞ്ഞാണോ അപർണയുടെ? ഇല്ല. അന്നെനിക്കൊരു കാര്യം ചെയ്യാം, അപർണ ഇനിയിപ്പൊ ശിവൻ എന്ന പേരുള്ള ആരെയും കല്യാണം കഴിച്ചാൽ മതി, വീട്ടുകാരോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. അല്ല ഇനിയിപ്പൊ അപർണയ്ക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ അപർണ തന്നെ ഒരാളെ കണ്ടുപിടിച്ചോളാൻ പറയാ, ഇഷ്ടപ്പെട്ട ഒരാളെ. ശരിയെന്ന് പറയാണ്. ഇത്രയും പറഞ്ഞ് ഗിരിദേവൻ നിർത്തുവാണ്. പെട്ടെന്ന് ദേവി ചോദിച്ചു എന്താ നിർത്തിയെന്ന് ചോദിക്കാം. അല്ല കണ്ണിലൂടെ കണ്ട കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കണ്ണ് തുടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണടയും കൂടി ഊരി മാറ്റിയായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ എന്താന്ന് അവിടെ അറിയത്തില്ല, അവിടെ നടന്ന എന്താന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലോ എന്ന് പറയാണ്. പിന്നീട് ദേവി പറഞ്ഞു ബാക്കി കാര്യങ്ങള് വിഷ്ണുവിന് അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കുക. കാരണം കണ്ണടയ്ക്ക് അറിയത്തില്ല, കണ്ണട ഊരി മാറ്റിയതോടുകൂടി കണ്ണടയ്ക്ക് പിന്നെ പറയാൻ പറ്റില്ല. പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു ഒരു പക്ഷേങ്കിൽ ആ കണ്ണട എന്റെ കണ്ണിലുണ്ടായിരുന്നെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൂടെ കണ്ണടയ്ക്ക് പറയാൻ സാധിക്കുമായിരുന്നു. പിന്നീട് നടന്ന ഒരു ചതിയാന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ കുറുപ്പേട്ടൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം, പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമുള്ള. ഇത് കേട്ടതും ദേവി പറഞ്ഞു വിഷ്ണു പറയട്ടെ, വിഷ്ണുവിന് കാര്യങ്ങളൊക്കെ അറിയാലോ, ആത്മാവാണിപ്പം വിഷ്ണു. അപ്പൊ വിഷ്ണു പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും കള്ളത്തരാവത്തില്ല. വിഷ്ണു സത്യം മാത്രമേ പറയത്തുള്ളൂ, ദേഹമില്ലാത്ത ദേഹിയല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇനി കള്ളത്തരങ്ങളൊന്നും പറയത്തില്ലെന്ന് പറയാം. പക്ഷേങ്കില് ഈ സമയത്ത് കുറുപ്പേട്ടൻ പറഞ്ഞു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങള് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാ, അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ കയ്യിലെ കൊള്ളരുതായ്മയാണ് പിന്നീട് അവിടെ നടന്നതെന്ന് പറയാം. ഇത് കേട്ടും വിഷ്ണു പറഞ്ഞു അല്ല അങ്ങനെയല്ല സംഭവിച്ചേ, പിന്നീട് അവിടെ നടന്ന ഒരു ചതിയാന്ന് പറയുക, ഒരു കൊടും ചതി. പിന്നീട് വിഷ്ണു അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ കണ്ണട പൊടിയൊക്കെ തൂത്തതിന് ശേഷം വിഷ്ണു അവിടെ നിൽക്കണ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി, അവളോട് അവിടെ തൂക്കാനൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്താണ് വിഷ്ണുവിന്റെ അച്ഛനെയും അമ്മേനെയും കൊണ്ട് മണി അങ്ങോട്ട് കടന്നു വരുന്നത്. അങ്ങനെ വന്ന് കാറ് നിർത്തിയിട്ട് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി കഴിയുമ്പോൾ അവര് കാണുന്ന കാഴ്ച ഹാളില് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന പൊട്ടിക്കരയുന്ന അപർണേനെയാണ്. പെട്ടെന്ന് ഇവരെ കണ്ടു അപർണ ചാടി എഴുന്നേറ്റു. ഏട്ടാന്ന് പറഞ്ഞ് ഓടിച്ചത് മണീനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. എന്ത് പറ്റുമോളെ, എന്താ കാര്യം എന്ന് ചോദിക്കണം. ഈ സമയം കുറുപ്പേട്ടൻ സാവത്യം വന്നിട്ട് എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അയാളെന്ന് പറയണം. ആര്? ആ വിഷ്ണു. ഞാൻ ആകുന്നേ പറഞ്ഞ അയാള് കേട്ടില്ല, അയാൾ എന്നെ നശിപ്പിച്ചെന്ന് പറയാം. ഇത് കേട്ടതും മണി പറഞ്ഞു ഓഹോ അവൻ അത്രക്കാരനായിരുന്നല്ലേ, അമേരിക്കക്കാരനാണല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ അയാളുടെ ചില സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെട്ടെ, പക്ഷെ അയാൾ ആ സ്വഭാവം അല്ല കാണിച്ച്, എന്നോട് മഹാവൃത്തികേടാ കാണിച്ചെന്ന് പറയാം. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് മണി ഭയങ്കര രോഷാകുലനാകുമായിരുന്നു. ഈ സമയത്ത് കുറുപ്പേടൻ പറഞ്ഞു വേണ്ട മണി വേണ്ട, ഞാൻ അവനോട് ചോദിച്ചോളാന്ന് പറയാണ്. നിങ്ങൾ നിൽക്കും മണി എന്ന് പറഞ്ഞ് മണീനെ അങ്ങ് പിടിച്ചു മാറ്റുവാണ്. ആ സമയത്ത് വിഷ്ണു അങ്ങോട്ട് വന്നു. വിഷ്ണുവിനെ കണ്ടതും കുറുപ്പേട്ടൻ ചോദിച്ചു എടാ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കാം. എന്റെ അച്ഛൻ അവൾക്ക് പ്രാന്താ, അവൾ ചുമ്മാ ഓരോ പൊട്ടത്തരം പറയുന്ന. ഇത് കേട്ടത് അപർണ പറഞ്ഞു അല്ല പൊട്ടത്തരം ഒന്നുമല്ല, ഇതാ പറഞ്ഞേ ഞാൻ വേണ്ടെന്ന് ആകുന്നേ കരഞ്ഞു പറഞ്ഞ, പക്ഷെ വിഷ്ണു സമ്മതിച്ചില്ല. വിഷ്ണു എന്നെ ബലമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപർണ പൊട്ടിക്കരയണം. എടാ ദുഷ്ടാ, അപ്പൊ നീ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തല്ലേന്ന് ചോദിച്ചുകൊണ്ട് കുറുപ്പേണ്ണൻ ചെന്നിട്ട് കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. സത്യം പറയടാ, നീ എന്തിനു വേണ്ടി ഇത് ചെയ്തേന്ന് ചോദിക്കാം. അപ്പൊ വിഷ്ണു ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാന്ന് പറയണം. മണി പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല, നിനക്ക് ഞാനാരാന്ന് അറിയത്തില്ല, എന്റെ പെങ്ങളാ ഇവള്, നിനക്ക് അറിയാമെന്ന് ചോദിക്കുവാണ്. ഇതും ചോദിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ കോളറിന് കയറി കുത്തിപ്പിടിക്കാൻ നേരത്തെ പെട്ടെന്ന് കുറുപ്പേട്ടൻ തടഞ്ഞു. വേണ്ട മണി നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇവനെ കൈകാര്യം ചെയ്യാനെന്ന് അറിയാന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. എന്നിട്ട് കടക്കട പുറത്തെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പുറത്തേക്ക് പിടിച്ച് തള്ളുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സാവിത്രി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ, കാരണം അപർണയുടെ ആ കൊടും ചതി അങ്ങനെ പുറത്താവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.